വെൽക്കം ബാക്ക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2012 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കത് പി ക്യു ആൻഡ് ആർ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 5:3:2. ബട്ട് ആർ ഈസ് ഗ്യാരണ്ടീഡ് വിത്ത് എ മിനിമം amount of rupees 15,000 as his share of profit every year. Any deficiency arising on that account shall be met by Q. ഇപ്പോൾ ഡെഫിഷ്യൻസി അറൈസ് ചെയ്താൽ അത് Q ആണ് സഫർ ചെയ്യേണ്ടത്. പ്രോഫിറ്റ്സ് ഫോർ ദി 2 years ending on 31st December 2008 and 2009 were rupees 60,000 and 90,000 respectively. Prepare profit and loss appropriation account for the 2 years. 2 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? 2008 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? ആറിനാണ്. അപ്പോൾ നമുക്ക് എഴുതാം ആർസ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് $15,000. അപ്പോൾ ആർസ് ആക്ച്വൽ പ്രോഫിറ്റ് 2008 നമുക്കുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 60,000 ആണ്. 60,000 ഇൻറ്റു ആറിൻ്റെ ഷെയർ എത്രയാണ്? 2/10. അതായത് പി ക്യു ആറാണ് പാർട്ട്നേഴ്സ്, 5:3:2 ആണ്. അപ്പോൾ ഇവിടെ ആറിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 2/10. അപ്പോൾ 60,000 ഇൻറ്റു 2/10. That is 12,000. ഇവിടെ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റ് 15,000 ആണ്. ആക്ച്വൽ പ്രോഫിറ്റ് 12,000 ആണ്. അപ്പോൾ ആറിന് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 15,000 ആറിന് കിട്ടും. ഇപ്പോൾ ഡെഫിഷ്യൻസി ഉണ്ട് ഇവിടെ. ഡെഫിഷ്യൻസി ഈക്വൽസ് 15,000 മൈനസ് 12,000. That is 3,000. ഈ ഡെഫിഷ്യൻസി ആരാണ് സഫർ ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ക്യൂ ആണ് ഈ ഡെഫിഷ്യൻസി സഫർ ചെയ്യുന്നത്. അപ്പോൾ ക്യൂവിൻ്റെ ആക്ച്വൽ ഷെയർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ ഡെഫിഷ്യൻസി ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഇനി നമുക്ക് 2009 അവസ്ഥ എന്താണെന്ന് നോക്കാം. 2009 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 90,000 ആണ്. പ്രോഫിറ്റ് 90,000. ആറിന് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് എത്രയാണ്? ആർസ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് $15,000. ആക്ച്വൽ പ്രോഫിറ്റ് $90,000 into 2/10. That is 18,000. ഈ കേസിൽ ആറിന് കിട്ടുന്നത് ഏതാണ്? 18,000 ആണ്. കാരണം ആക്ച്വൽ പ്രോഫിറ്റ് ആണ് ഗ്യാരണ്ടീഡിനേക്കാൾ കൂടുതലുള്ളത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ 2 വർഷത്തെ നമുക്ക് ചെയ്യണം. 2008 9. DRCR profit and loss appropriation account
ഫോർ ദി ഇയർ എൻഡഡ് എന്ന് വേണം കൊടുക്കാനായിട്ട്. ഫോർ ദി ഇയർ എൻഡഡ് 2008 ആൻഡ് 2009. 2 വർഷത്തെ നമ്മൾ ഒരുമിച്ച് ചെയ്യണം. ഇപ്പൊ 2008 ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതി നെറ്റ് പ്രോഫിറ്റ്. 2008 നെറ്റ് പ്രോഫിറ്റ് 60,000 ആണ്. ഈ 60,000 നമുക്ക് 3 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കണം. പീസ് ക്യാപിറ്റൽ പിക്ക് കിട്ടുന്നത് എത്രയാണ്? 60,000 ഇൻറ്റു 5/10 30,000 എന്ന് കിട്ടും. Then Q's capital 60,000 into 3/10 18,000. ഇന്നർ കോളത്തിൽ എഴുതണം. ലെസ് ഡെഫിഷ്യൻസി 3,000. ഈ 3,000 കുറച്ചതിന് ശേഷമുള്ള 15,000 ഔട്ടർ കോളം. ദെൻ ആറിന്റെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് 15,000 ആണ്. അപ്പൊ ആർസ് ക്യാപിറ്റൽ 15,000 നമ്മുടെ എഴുതി. അപ്പൊ നമുക്ക് 2 സൈഡും ഈക്വലായി 60,000 വീതം. ഇനി നമുക്ക് 2009 ഇതുപോലെ തന്നെ ഈ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ചെയ്യും. 2009 നെറ്റ് പ്രോഫിറ്റ് 2009 നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 90,000 ആണ്. നമുക്ക് ഓരോരുത്തരുടെ ഷെയർ നമുക്ക് എഴുതാം. പീസ് ക്യാപിറ്റൽ 90,000 into 5/10 45,000 എന്ന് കിട്ടും. Q's capital 90,000 into 3/10 27,000. R's capital 90,000 into 2/10 18,000. Then total 2 സൈഡ് നമുക്ക് 90,000 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് അതല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് ഏതാണോ കൂടുതൽ ആ എമൗണ്ട് ആണ് ആൾക്ക് കൊടുക്കേണ്ടത്. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഡിഫറൻസ് ഉള്ള എമൗണ്ട് ഡെഫിഷ്യൻസി ആണ്. അപ്പോൾ ആരുടെയാണോ ഡെഫിഷ്യൻസി സഫർ ചെയ്യുന്നത് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യണം.